രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, പൊതുവെ അംഗീകരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് തോമാസ് ലീഹ ഭാരതത്തിലേക്ക് നഷ്ടപ്പെട്ട ഇസ്രായേൽ ഗണത്തിലെ ആ ഗോത്രങ്ങളെ അന്വേഷിച്ചു വന്നു എന്നുള്ള ഒരു നിഗമനമാണ്. ഇവിടെ ഭാരതത്തിൽ നമ്പൂതിരിമാരെ മാത്രമല്ല, അയ്യരും പോറ്റിയും പട്ടതിരിയും എല്ലാം ബ്രാഹ്മണന്മാരാണ്. ഈ അടുത്ത കാലങ്ങളിലൊക്കെ പാശ്ചാത്യ സർവകലാശാലകളിലും കിഴക്കൻ സഭകളിലുമൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തോമാസ് ലീഹ ഇവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ വന്നത് ഇവിടെ യൂത ബ്രാഹ്മണന്മാർ ഉണ്ടായിരുന്നു എന്നതാണ്. പിന്നീട് ബ്രാഹ്മണ മേധാവിത്വമൊക്കെ നമ്മൾ പറയുന്നത് 6-7 നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ്. ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ലോസ്റ്റ് ട്രൈബ്സ് എവിടെയാണെന്ന് തോമായ്ക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്തു എന്നും, അങ്ങനെ അദ്ദേഹം തക്ഷശിലയിലും കാശ്മീരിലും ബലൂചിസ്ഥാൻ മലയിലും കറാച്ചിയിലും സിന്ധിലും എല്ലാം വന്നു. അവിടെ ഉള്ള പ്രകടമായ ഒരു തെളിവ് അവിടുത്തെ ഡോൾമെൻസാണ്, കല്ലറകളാണ്. യഹൂദരുടെ മൃതസംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന കല്ലറകൾ പോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും വിദർഭയിലും പിന്നീട് കർണാടകത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഈ യഹൂദ കല്ലറകൾക്ക് സമാനമായ കല്ലറകൾ ഇന്ന് നമ്മൾ സിറോ മലബാർ അല്ലെങ്കിൽ ക്രൈസ്തവർ അവരെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തോമാസ് ലീഹായെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള കൂട്ടായ്മ, ഒന്നിപ്പ്, അതിൻ്റെ സഹോദര്യം, അതുമാത്രമല്ല ഈ വലിയ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മറന്നുകളെ കളയരുത്. നമ്മളുടെ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഡോൾമെൻസ്, ശവക്കല്ലറകൾ അത്തരത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലോസ്റ്റ് ട്രൈബ്സ്, നഷ്ടപ്പെട്ടവർ ആരായിരുന്നു? ഇവരെ തേടി തക്ഷശിലയിൽ എത്തിയ തോമ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഇന്ത്യയുടെ പട്ടന്മാർ, കാശ്മീരിയിലെ ഉത്തരാഖണ്ഡിലെ ഭട്ടുകൾ, നേപ്പാളിലെ പട്ടറായികൾ, ബംഗാളിലെ പട്ടാചാര്യന്മാർ, ഇങ്ങനെ ഒട്ടനവധി ആളുകൾ അതിനകത്ത് ഇവിടെ ഈ ദേശത്ത് അവിടെ നിന്ന് വന്ന ആളുകൾ തോമായിലൂടെ ക്രൈസ്തവ വിശ്വാസം, ഈശോയെക്കുറിച്ച് കേട്ടു. മറ്റു മതങ്ങളിലേക്കും ഒക്കെ ഇവരിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. ആന്ധ്രയിലുള്ളവർ റാവുമാരെന്ന്, കർണാടകത്തിലെ കുടകർ എന്ന്, ദക്ഷിണേന്ത്യയിലെ പട്ടന്മാർ അയ്യർ എന്ന്, കേരളത്തിലെ നസ്രാണികൾ ജ്ഞാനായിക്കാരെന്ന്, ഇങ്ങനെ നമ്മൾ വ്യത്യസ്തമായ പേരുകൾ പറയുകയാണ്. അവിടെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ലോസ്റ്റ് ട്രൈബ്സ് ഈ വലിയ ഭൂഖണ്ഡത്തിൽ വന്ന് അവരിൽ നിന്ന് ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും തോമാസ് ലീഹ വഴി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉള്ള സമ്പന്നമായ ഒരു രാജ്യമാണ് എന്നാണ്. ഭൂട്ടാൻ എന്ന രാജ്യത്തിൻ്റെ പേര് തന്നെ പട്ടന്മാരിൽ നിന്ന് വന്നതാണെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. നഫ്താലി ഗോത്രക്കാരുടെ ദേശമാണ് നേപ്പാൾ എന്ന് സ്ഥാപിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. നെഹ്റു എന്ന പേര് പോലും ഇസ്രായേൽ ഗോത്രത്തലവനായ അബ്രാഹമിൻ്റെ മുത്തച്ഛൻ നാഹോറിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്ന
ചരിത്രകാരന്മാരുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് ഇതൊരു ഇനിയും നമ്മൾ പഠിച്ച് സ്ഥാപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ കല്ലറകളുടെ പ്രത്യേകതകൾ. ഭട്ടന്മാർ 10 ഏൽ നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങളും അവിടെ ഉണ്ട് എന്നൊരു പ്രബോധനമുണ്ട്. 10 മലയാളത്തിലും 10 എന്നാണല്ലോ. ഏൽ ദൈവമാണ്. നഷ്ടപ്പെട്ട 10 ഗോത്രക്കാർ ഈ പത്തേൽ, നമ്മൾ പട്ടേൽ ഒക്കെ വലിയ പ്രഗത്ഭനായ ആളാണ്. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരികമായ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ അതിവിടെ പിതാക്കന്മാർ സൂചിപ്പിച്ച ആ യഹൂദ പാരമ്പര്യത്തോടും തോമാശ്ലീഹായുടെ ഭാരത പ്രവേശനത്തോടും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഈ കല്ലറകളെക്കുറിച്ച് വലിയ ഡോൾമെൻസ് അല്ലെങ്കിൽ ഖത്തക്കോമ്പ്, കല്ലിൽ വെട്ടി ഇറക്കുന്ന ഗുഹ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാര്യങ്ങൾ ഞാൻ ഈ പ്രദേശത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ്. നമ്മുടെ പാല, കുറിഞ്ഞി, കടനാട്, കുറുമണ്ണ്, മറ്റത്തിപ്പാറ, കുറവലങ്ങാട്, കടുത്തുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരം കല്ലറകളുണ്ട്, ഡോൾമെൻസ്. അത് യഹൂദന്മാർ അവരുടെ പൂർവികരെ സംസ്കരിച്ചതുപോലെയുള്ള കല്ലറകളാണ്. അത് ഞാനീ പറഞ്ഞ ഈ നാടൊക്കെ എൻ്റെ നാടാണ്, ഈ കുറുമണ്ണ്, കയ്യൂരൊക്കെ. ഞാനത് എൻ്റെ വല്യപ്പനിൽ നേരത്തെ കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ള കല്ലറകൾ വലിയ പ്രാധാന്യമുള്ളതാണ് എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്കുള്ള ഗവേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പിതാക്കന്മാർ മീനച്ചിലാറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നസ്രാണികൾ 1-ാം നൂറ്റാണ്ട് മുതൽ പാർത്തു പോരുകയും അവർ വലിയ കച്ചവടങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അരുവിത്തറ മുതൽ ചേർപ്പുങ്കൽ വഴി മീനച്ചിലാറിൻ്റെ ആറ്റുചാലിലൂടെയായിരുന്നു ഈ യാത്രകളെല്ലാം. അതിരമ്പുഴ കടവ്, കുറുപ്പന്തറ കടവ്, കടുത്തുരുത്തി കടവ് തുടങ്ങിയ വലിയ കേന്ദ്രങ്ങൾ എല്ലാം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവരോട് ബന്ധപ്പെട്ട് നിന്നവരാണ്. അങ്ങനെ ഈ പൂഞ്ഞാറ്, അരുവിത്തറ പ്രദേശത്തു നിന്ന് കുടിയേറ്റക്കാരായിട്ട് വന്നത് ഏറ്റവും അടുത്ത നൂറ്റാണ്ടുകളിൽ കോതനല്ലൂർ, കടപ്ലാമറ്റം, ഭരണങ്ങാനം, പാല, ചേർപ്പുങ്കൽ, മുളക്കുളം, മുട്ടുചിറ, രാമപുരം, ഇലഞ്ഞി, ഇതെല്ലാം ഞാൻ ഇവിടെ ഊന്നിപ്പറയും. ഇതെല്ലാം തന്നെ നമ്മുടെ രൂപതയിലെ പള്ളികളാണ്. ഇവിടെ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ല 2ൻ്റെ ആരംഭം മുതൽ അരുവിത്രയും കുറവലങ്ങാടും ഒക്കെ വലിയ കേന്ദ്രങ്ങൾ വന്നു. പിന്നീട് ഞാനീ പറഞ്ഞ ഈ പള്ളികളെല്ലാം 7, 8, 10, 11 നൂറ്റാണ്ടുകളിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, അത്ര പൗരാണികത്വമുള്ള പള്ളികളാണ് നമ്മുടെ ഈ ദേശത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പൂഞ്ഞാർ മലനിരകൾ വഴി മീനച്ചിലാറ്റിലേക്കും, മൂന്നാർ മലയാറ്റൂർ വഴി പെരിയാറ്റിലേക്കും, ചായൽ നിരണ്ണം വഴി നീണ്ടുകിടന്ന ചേര പാണ്ഡ്യ രാജ്യങ്ങളെ കോർത്തിണക്കുന്ന രാജപാതകൾ തോമ്മ ഉപയോഗിച്ചു എന്നാണ് പണ്ഡിതന്മാരുടെ കണ്ടെത്തൽ. പൂഞ്ഞാറ്, അരുവിത്തറ, ചായൽ എന്നിവിടങ്ങളിലെ ഭൂഗർഭ ഗവേഷണത്തിനിടയിൽ പഴയ പാതയുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സന്യസ്തർ താമസിക്കുന്ന വാഗമണ്ണിൽ പാണ്ഡ്യയിൽ നിന്ന് പുകയില കൊണ്ടുവന്നിരുന്ന വഴികളുണ്ടെന്ന് ഈ അടുത്ത നാളിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഇടമറുകിലും കുഞ്ഞാറിൽ നിന്ന് കിട്ടിയ റോമൻ നാണയങ്ങൾ മീനച്ചിൽ നദീതട സംസ്കാരത്തിൻ്റെ അതിപുരാതനമായ തെളിവുകളാണ്. അങ്ങനെ നമ്മൾ ഈ തോമായുടെ ഭാരതപ്രവേശനം എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ജനതകൾക്കും സൗഖ്യം കിട്ടാനുള്ള, ഇവിടെ പിതാക്കന്മാർ പറഞ്ഞല്ലോ, കൂട്ടായ്മ കിട്ടാനുള്ള ആ ഒരു തരത്തിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വലിയ ആവേശകരമായ ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിനെ എല്ലാം നിഷേധിക്കുന്നവരെല്ലാം പിതാക്കന്മാർ സൂചിപ്പിച്ചു. തോമാശ്ലീഹ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ചരിത്രകാരന്മാർ തോമായുടെ പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തോമ വന്നതിനെക്കുറിച്ച് ഒറിജൻ, എവ്സേബിയൂസ്, അപ്രേം, ഗ്രിഗറി നിസിയാൻസൻ, അംബ്രോസ്, ജെറോം
എന്നീ പിതാക്കന്മാരെല്ലാം അതിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട്. നമ്മളുടെ ചിന്തകൾ വീണ്ടും നമ്മൾ കൂടുതലായിട്ട് ഇത് പഠിക്കണം. തോമ ഭാരതത്തിൽ വന്ന് തോമായുടെ ഒരു സിംഹാസനം, സത്യവിശ്വാസത്തിൻ്റെ ആ പ്രബോധനം, അതേക്കുറിച്ച് പുരാതന രഹയിൽ പറയുന്നത് എസ്ത് ഇ ബി, ഇവിടെയാണ് സേദസ് തോമേ അപ്പോസ്തലി എത്ത് ഫീദസ് കത്തോലിക്ക. തോമായുടെ സിംഹാസനവും കത്തോലിക്ക വിശ്വാസവും ഇവിടെയാണ്. തോമാ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ, ആ പ്രദേശങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു എഴുത്താണത്. അത് ലത്തീൻ സഭയിലെ സ്കോളേഴ്സും അംഗീകരിച്ച് നമുക്ക് നമ്മുടെ പഠനത്തിനായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തോമായുടെ സിംഹാസനം കൂട്ടിയിണക്കുന്നത് ക്രൈസ്തവ സഭകളെ മാത്രമായിരിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ യൂത ബ്രാഹ്മണരായിട്ടുള്ള ഈ ദേശത്തെ എല്ലാ മതവിഭാഗത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യഹൂദ പാരമ്പര്യത്തിൻ്റെ അംബ്രല്ല, അതിൻ്റെ ഒരു മാനം നമ്മൾ കണ്ടെത്തുമ്പോൾ കുറേ കൂടെ വിശാലമായ സാമുദായിക സാംസ്കാരിക ഐക്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നത് ശരിയാണ്. കേരളത്തിൽ ബുദ്ധ, ജൈന, മത എല്ലാ സമുദായങ്ങളും ഇവിടെയുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തും എത്രയോ വൈവിധ്യമാർന്ന സാംസ്കാരിക കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് തോമായുടെ ഭാരത പ്രവേശനം നമ്മെ സംബന്ധിച്ച് ഞാൻ പറയും എല്ലാ ഭാരതീയനെയും ബാധിക്കേണ്ടതാണ്, ബന്ധപ്പെടേണ്ടതാണ്. അതാണ് ആ യഹൂദ പാരമ്പര്യത്തിൻ്റെ സമഗ്രമായ ഒരു കാര്യം. തോമാശ്ലീഹ കടന്നുപോയ 7 പള്ളികൾ, ഈ പറഞ്ഞ വഴികളെല്ലാം, അവിടെയെല്ലാം അദ്ദേഹം കണ്ടത് ഈ യൂതന്മാരെയാണ്. ബ്രാഹ്മണന്മാരുടെ ലെവലിൽ, 1ാം ലെവലിൽ നിൽക്കുന്ന ആ ആളുകളെയാണ്. പിന്നീട് വന്ന മേധാവിത്വം അല്ലെങ്കിൽ ഹെഗമണി എന്നൊക്കെ പറയുന്നത് 6-7 നൂറ്റാണ്ടുകളിലാണ്. അപ്പം അദ്ദേഹം തോമാശ്ലീഹ ഇവിടെ വരുമ്പോൾ അദ്ദേഹം വന്ന വഴികൾ തക്ഷശിലയിൽ നിന്ന് വന്നതും പിന്നീട് നമ്മളുടെ സ്വന്തം നാട്ടിൽ വന്നതും അതെല്ലാം ഈ വലിയ സംസ്കാരങ്ങളെ കോർത്തിണക്കി. അദ്ദേഹം ചെന്നപ്പോൾ ഇവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെയെല്ലാം എത്തിപ്പിടിക്കാൻ സാധിച്ചത്. അവിടെ 7 പള്ളികൾ. ഇന്ന് നമ്മൾ പുറത്ത് നമസ്കാരം നടത്തുമ്പോൾ ഈ പള്ളികൾ സ്ലീവായാണ്, കുരിശാണ്. അവിടെ ഒരു കുരിശ് നാട്ടി അവിടെ പ്രാർത്ഥിച്ചു. അതാണ്. അവിടെ വലിയ ബൃഹത്തായ ദേവാലയങ്ങൾ ഇല്ല, ഇന്ന് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇന്ന് നമ്മൾ 7 പള്ളികളായിരിക്കുന്ന ആ സ്ഥലത്തെ ദേവാലയങ്ങളൊക്കെ പിന്നീട് വന്നത്. പുറത്ത് നമസ്കാരം തന്നെ തോമാശ്ലീഹ കടന്നുപോയ വഴികളിൽ ഈശോയുടെ സ്ലീവ നാട്ടി അവിടെ പ്രാർത്ഥിച്ചപ്പോൾ മാമോദീസ സ്വീകരിക്കാനായിട്ട് വലിയ പറ്റം ആളുകൾ വന്നു. നമ്മുടെ വലിയ തറവാടിത്തമുള്ള പുരാതന കുടുംബങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ചരിത്രപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് ഇത് സാധിക്കണം.